ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഊട്ടിയിലാണുള്ളത്. നല്ല തണുപ്പാണ്. ഇപ്പോൾ ഊട്ടിയിലെ മറ്റു കാഴ്ചകളിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇവിടുന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നെയ് റോസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനാണ് ഇന്ന് ആദ്യമായി പോകുന്നത്. അതിൻ്റെ എൻട്രൻസ് ആണിത്. 100 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. ഹെറിറ്റേജ് ഗേറ്റ് ബിൽഡിംഗ് ആണിത്. 1859 സസ്യലതാദികളുടെ സംരക്ഷണത്തിനായി നിർമ്മിച്ച ബിൽഡിംഗ് ആണിത്. 1912 മുതൽ ചെടികളും വിത്തുകളും വിൽക്കുന്ന കൗണ്ടറായി ഇത് ഉപയോഗിച്ചു. 1995 ഈ ബിൽഡിംഗിന്റെ റിനോവേഷൻ വർക്ക് നടന്നത്. കളർ ചെടികൾ ഉപയോഗിച്ചാണ് ഇവിടെ ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് എഴുതിയിരിക്കുന്നത്. 1848 ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിതമായത്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ കള്ളിമുൾച്ചെടികളുള്ള ഒരു ഭാഗമാണിത്. വിവിധ ഇനം കളർ ചെടികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഭൂപടമാണിത്. തമിഴ്നാട്ടിലെ വില്ലുപുരം ഡിസ്ട്രിക്റ്റിലെ തിരുവക്കരൈ വില്ലേജിൽ നിന്ന് ലഭിച്ച 20 ദശലക്ഷം വർഷം പഴക്കമുള്ള ഒരു മരത്തിന്റെ ഫോസിലാണിത്. ഗാർഡനിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു വാട്ടർ ATM ആണിത്. ഇതുപോലെയുള്ള വാട്ടർ ATMകൾ ഊട്ടിയുടെ പല ഭാഗത്തും കാണാൻ കഴിയും. 54 ഏക്കർ വിസ്തൃതിയിലാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത്. ദൊഡ്ഡബെട്ട കൊടുമുടിയുടെ ചെരുവിലാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. തമിഴ്നാട് ഹോർട്ടിക്കൾച്ചർ വകുപ്പാണ് ഇത് പരിപാലിക്കുന്നത്. ഗാർഡനിലെ താമരക്കുളമാണിത്. വ്യത്യസ്ത കളറുകളുള്ള പൂക്കളോടുകൂടിയ വിവിധ ഇനം ചെടികളെ നമുക്കിവിടെ കാണാം. വില്യം ഗ്രഹാം മക്കൈവർ ആണ് ഈ ഗാർഡനിന്റെ ശില്പി. 10 വർഷം കൊണ്ടാണ് ഈ ഗാർഡന്റെ പ്ലാൻ തയ്യാറാക്കിയത്. ഇവിടെയുള്ള ഇറ്റാലിയൻ ഗാർഡനാണിത്. ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായിരുന്ന കാലത്ത് യൂറോപ്യൻ കുടിയേറ്റക്കാരും തദ്ദേശവാസികളും ഇവിടെ പച്ചക്കറി കൃഷി നടത്തിയിരുന്നു. മിതമായ നിരക്കിൽ യൂറോപ്യൻ നിവാസികൾക്ക് പച്ചക്കറികൾ വിതരണം ചെയ്യുന്നതിനായിരുന്നു ഇവിടെ കൃഷി നടത്തിയിരുന്നത്. വിവിധ ഇനം കളർ ചെടികളുള്ള ഗാർഡന്റെ ഒരു ഭാഗമാണിത്. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ കാണുന്ന വിവിധ ഇനം കളർ ചെടികളും ഇതിൽ കാണാം. പലതരം ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ 1000-ഓളം വ്യത്യസ്തമായ സസ്യങ്ങളും ചെടികളും ഇവിടെയുണ്ട്. പ്രശസ്തമായ ഊട്ടി ഫ്ലവർ ഷോ നടക്കുന്നത് ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. വ്യത്യസ്തമായ ഷേപ്പുകളിൽ വെട്ടിയെടുത്ത ഒരു കോമ്പൗണ്ട് വാള് പോലെ നിൽക്കുന്ന ഈ ചെടികൾ വളരെ മനോഹരമാണ്. മനുഷ്യനുൾപ്പെടെയുള്ള ജീവികളുടെ രൂപങ്ങൾ ഇതിൽ കാണാം.
അമ്മയുടെയും കുഞ്ഞിൻ്റെയും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രൂപമാണിത്. ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗ്ലാസ് ഹൗസിൽ ഒരുക്കിയിട്ടുള്ള ചെടികൾ കാണാനാണ് ഇനി പോകുന്നത്. പല വിധത്തിലുള്ള ചെടികൾ നമുക്കിവിടെ കാണാൻ കഴിയും. ബാൽസം എന്നു പേരുള്ള വ്യത്യസ്ത കളറുകളുള്ള ചെടികളാണിത്. ആന്തൂറിയം വിഭാഗത്തിൽപ്പെട്ട പലതരത്തിലുള്ള ചെടികളും ഇവിടെയുണ്ട്. പലതരത്തിലുള്ള കള്ളിമുൾ ചെടികളാണിത്. കള്ളിമുൾ ചെടിയുടെ പല വകഭേദങ്ങൾ നമുക്കിവിടെ കാണാം. പലതരത്തിൽപ്പെട്ട ഓർക്കിഡ് ചെടികളും ഇവിടെയുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ അടുത്തായി ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച പല ബിൽഡിങ്ങുകളും കാണാം. 1894 നിർമ്മിച്ച ബേൺ ഹൗസാണിത്. ഇവിടേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. ഗാർഡനിലേക്കായി പുതുതായി നട്ടു വളർത്തുന്ന ചെടികളാണിത്. ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടതിന് ശേഷം റോസ് ഗാർഡൻ കാണാനാണ് പോകുന്നത്. 75 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. എൽക്ക് എന്നറിയപ്പെടുന്ന കുന്നിൻ ചെരുവിലാണ് റോസ് ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത്. 2006 വേൾഡ് ഫെഡറേഷൻ റോസ് സൊസൈറ്റിയുടെ ഗാർഡൻ ഓഫ് എക്സലൻസ് അവാർഡ് റോസ് ഗാർഡന് ലഭിച്ചു. ഹൈബ്രിഡ് റോസാപ്പൂക്കൾ, മിനിയേച്ചർ റോസസ്, റാംബ്ലേഴ്സ്, ഫ്ലോറിബഡ തുടങ്ങി വിവിധ തരം റോസാപ്പൂക്കൾ ഇവിടെയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോസ് ഗാർഡൻ ആണിത്. ആയിരത്തി 1995 ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടന്ന ഫ്ലവർ ഷോയുടെ 100ാം വാർഷിക ദിനത്തിലാണ് റോസ് ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത്. 10 ഏക്കർ വരുന്ന സ്ഥലത്ത് എൽക്ക് കുന്നിന്റെ 5 ടെറസുകളിലായിട്ടാണ് റോസ് ഗാർഡൻ ക്രമീകരിച്ചിട്ടുള്ളത്. റോസ് ഗാർഡന്റെ മധ്യഭാഗത്തായി മനോഹരമായ പുൽത്തകിടികൾ നിർമ്മിച്ചിട്ടുണ്ട്.
റോസ് ഗാർഡനിൽ നിന്നുമുള്ള ഊട്ടി സിറ്റിയുടെ ഭാഗമാണ് ദൂരെ കാണുന്നത്. ഓരോ റോസാപ്പൂവിന്റെയും പേരുകൾ അതാത് ചെടിയുടെ താഴെ ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഒരേ കളർ എന്ന് തോന്നിപ്പിക്കുന്ന റോസാപ്പൂക്കളെല്ലാം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ടതും ചെറിയ കളർ ഡിഫറൻസ് ഉള്ളവയുമാണ്. നേരിട്ട് കാണുമ്പോൾ മാത്രമേ അതിന്റെ കളർ ഡിഫറൻസ് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. വളരെ വ്യത്യസ്തമായ ഇതളുകളോട് കൂടിയ ഒരു റോസാപ്പൂവ് ആണിത്. ചെറിയൊരു ആർച്ച് ഷേപ്പിലുള്ള കുന്നിൻ ചെരുവിലാണ് റോസ് ഗാർഡൻ ഒരുക്കിയിട്ടുള്ളത്. ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാനുള്ള ചെറിയൊരു സ്ഥലമാണിത്. റോസ് ഗാർഡനിലെ ആവശ്യങ്ങൾക്കായി വെള്ളമെടുക്കുന്ന വലിയൊരു കിണറാണ് ഈ കാണുന്നത്. അഞ്ച് ടെറസുകളിലായി ഒരുക്കിയിരിക്കുന്ന റോസ് ഗാർഡന്റെ ഏറ്റവും താഴത്തെ നിലയിലേക്കാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. കുന്നിൻ ചെരിവെല്ലാം നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത് പുല്ലുകൾ നട്ട് മനോഹരമാക്കിയിരിക്കുന്നു. $2,800 ഇനങ്ങളിലായി 20,000-ത്തിലധികം റോസാപ്പൂക്കൾ ഇവിടെയുണ്ട്. റോസ് ഗാർഡന്റെ ഏറ്റവും മുകളിലുള്ള ടെറസിൽ നിന്നും ഏറ്റവും താഴെയുള്ള ടെറസിലേക്കുള്ള വ്യൂ ആണിത്. റോസാപ്പൂക്കളുടെ വൈവിധ്യം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരിടമാണിത്. റോസ് ഗാർഡനിലെ കാഴ്ചകളിൽ നിന്നും തിരികെ പോവുകയാണ്. ഊട്ടിയിലെ മറ്റ് കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.